ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സ്വാതന്ത്ര്യം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഈ വരാൻ പോകുന്ന ഒരു അടിപൊളി തമിഴ് പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് കേട്ടോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഭാഗം എന്തായാലും നമുക്ക് മലയാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അങ്ങനെ എല്ലാം തന്നെ പാണ്ഡ്യൻ സ്റ്റോറിൽ തന്നെയാണ് പിറ്റേ ദിവസം നമ്മുടെ സ്വാതന്ത്ര്യം 2 കാണിക്കുന്നത്. അങ്ങനെ ഇന്ന് അനു കരഞ്ഞുകൊണ്ടിരിക്കേണ്ട തൻ്റെ അമ്മ ആ ഒരു ബക്കറ്റ് വെള്ളം തന്നെ അനുവിൻ്റെ തലവഴി ഒഴിക്കുക കേട്ടോ. അത് ആലോചിച്ചിട്ട് അനു ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലോക് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്, നിൻ്റെ തന്ത ചത്തോ, തള്ള ചത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന അനുക്ക് ദേഷ്യം. അലോകെ മിണ്ടാതിരുന്നോ, നീ എന്നെ എന്തെങ്കിലും പറഞ്ഞോ, അത് ഞാൻ ക്ഷമിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെയും എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ, ഓ പിന്നെ അച്ഛനെയും അമ്മയും ഒക്കെ വലിയ ആൾക്കാരല്ലേ, നിൻ്റെ അച്ഛനും വലിയ ആളല്ലേ, നിൻ്റെ അമ്മ അങ്ങനെയല്ലേ, നിൻ്റെ ചേട്ടൻ ഇങ്ങനെയല്ലേ, ഓ ഭയങ്കര സംഭവമായിട്ട് അവൾ പറയുന്ന കേട്ടാൽ മതി എന്ന് നമ്മുടെ അലോക് പറയുക. അപ്പോൾ അലോകെ മതി നിർത്ത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, നിനക്ക് ദേഷ്യം വന്നോ, എനിക്കെന്താടി എന്ന് ചോദിക്കുകയാണ്. വേഗം തന്നെ അനു കട്ടിലിലെ ആ ഒരു സൈഡിൽ ഒളിപ്പിച്ചിരുന്ന കത്തി ഉണ്ടല്ലോ, ആ കത്തി വലിച്ചെടുക്കുകയാണ്. ഇനി എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ കത്തി വെച്ച് ഞാൻ നിന്നെ അതിനെ കുത്തിക്കൊല്ലും, എനിക്കതിന് ഒരു മടിയില്ല, നിനക്കറിയാലോ, ഇപ്പം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അലോക അവിടെ നിന്ന് പോവാം. പക്ഷേ എന്നാൽ ഇവൾക്ക് ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അലോക് പുറത്തേക്ക് പോകുമ്പോഴേക്കും അച്യുതൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ ഭാര്യ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് കരയുന്നത് എന്നുള്ള കാര്യത്തിന് ഉത്തരം നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അവൾ അങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് മനസ്സിലായില്ല, എന്തായാലും ഒരടി കിട്ടിയിട്ടുണ്ട് അച്ഛാ, അല്ലെങ്കിൽ രാവിലെ മുതൽ പാതിരാത്രി വരെ ഉറങ്ങാണ്ടിരുന്ന് കരയില്ലല്ലോ. എന്തായാലും നീ ഇത് അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് പോകണ്ട, വേറൊന്നുമല്ല, ഇന്ന് അമ്മ എന്ന് വിളിച്ച് ഗോമതിയുടെ അടുത്തേക്ക് പോയി. ഗോമതി അവളുടെ മുറ്റം അടിച്ചുകൊണ്ടോ വരികയോ ചെടിക്ക് വെള്ളം ഒഴിക്കുകയൊക്കെ എന്തോ ചെയ്യുമായിരുന്നു. ആ വെള്ളം എടുത്ത് അവളുടെ തല വഴി ഒഴിച്ചു. ആഹാ കൊള്ളാലോ, അടിപൊളി എന്നല്ലോ അലോക് പറയാണ്. അതെടാ, അതിനെയാണ് അവൾ ഇങ്ങനെ കരയുന്നത്. ഓ, അതിന് ഇത്രമാത്രം കരയേണ്ട എന്താ ആവശ്യമായിരിക്കുന്നത്, സാധാരണ വെള്ളമല്ലേ എടുത്തു വെച്ചത്, അല്ലാതെ ചാണകവെള്ളമൊന്നും അല്ലല്ലോ എന്ന് പറയാണ് നമ്മുടെ അലോക്. അതാണ് സംഭവം. അല്ല അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു, അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അതിന് ഭയങ്കര വിഷമമാണല്ലോ എന്ന്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, അമ്മയാണത്രേ അവളോട് പോയി ഗോമതിയുടെ അടുത്ത് മിണ്ടാൻ വേണ്ടി പറഞ്ഞത്. അവൾ മിണ്ടാൻ വേണ്ടി ഗോമതിയുടെ അടുത്ത് പോയപ്പോഴേക്കും ഗോമതി അവളെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, വേറൊരു സംഭവം കൂടി അറിഞ്ഞുകൂടാ. അതെന്താ വെച്ചാൽ ജീവൻ്റെ വീട്ടുകാർ നഷ്ടപരിഹാരം ചോദിച്ചു. ഓ, വല്ല 3-4 ലക്ഷമായിരിക്കും. അല്ലടാ പിന്നെന്താ, 10 ലക്ഷമോ? ഗോമതി സ്റ്റോഴ്സ് ബാലൻ പെട്ടൂലോ എന്ന് പറയുമ്പോൾ, കല്യാണം കഴിഞ്ഞതും ഇല്ല, എന്നാൽ മോൾക്ക് നല്ല ജീവിതവും കിട്ടിയില്ല, 10 ലക്ഷം രൂപ പോവുകയും ചെയ്യുവാണ്. എടാ 10 ലക്ഷം ആണെങ്കിൽ അതൊന്നുമല്ല പ്രശ്നം, പിന്നെ പ്രശ്നം 1 കോടി രൂപ ചോദിച്ചിരിക്കുന്നു. 1 കോടിയോ? ഒന്ന് പോവച്ചാൽ, നഷ്ടപരിഹാരമായിട്ട് ആരെങ്കിലും 1 കോടി രൂപ ചോദിക്കുമോ? പിന്നെ ഇതായിട്ട് കേസായിട്ട് കോടതിയായിട്ട് പോയാൽ പോലും മാക്സിമം ഒരു 10 ലക്ഷം, അതിനപ്പുറം നഷ്ടപരിഹാരം ഒന്നും കോടതി കിട്ടില്ല. എടാ നിനക്ക് ആ ബാലൻ്റെ സ്വഭാവം അറിയില്ലേ, അയാൾ ഭയങ്കര അഭിമാനിയല്ലേ. 1 കോടി രൂപ ചോദിച്ച അവരുടെ വീട്ടുകാർ എന്തൊക്കെയോ 5-6 ലക്ഷം രൂപയുടെ ചിലവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടില്ല, അതെന്തോ ഭയങ്കര കുറച്ചിലായി പോയെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ആര്യനും ആഘോഷം കൂടി ചേർന്ന് ആ ചെക്കനെ കാണാൻ പോയി. ആ ജീവൻ എന്ന് പറഞ്ഞ ആ ബാങ്ക് മാനേജർ. എന്നിട്ട് അവനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, അവൻ എന്തൊക്കെയോ ആയിരുന്നു. അനുമോളെ മാത്രം മതി, ശ്രീധനം വേണ്ട എന്തൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ പോയി എന്ന് പറയുകയാണ്. അതെന്തായാലും കൊള്ളാലോ അച്ഛാ. അപ്പോൾ അവൻ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല, പണക്കാരനൊന്നും അല്ല, എന്നാൽ അവനൊന്നും പോയി കാണണമല്ലോ
ഈ 1 കോടി എന്നുള്ളത് 2 കോടി ആക്കിയാലോ? നീ വെറുതെ മിണ്ടാതിരിടാ. അവർ വല്ല കേസും എങ്ങാനും കൊടുത്താലേ ഇത് 10 ലക്ഷം രൂപയായിട്ട് കുറയും. അതുകൊണ്ട് നീ അതിനെ ഒന്നും പോകണ്ട. എന്നാലും ജീവനെക്കുറിച്ച് ഞാൻ കേട്ടതൊക്കെ അവൻ ഭയങ്കര അഭിമാനിയാണ്. 10 ലക്ഷം ശ്രീ ചോദിക്കില്ല. അതാ 70 എന്തോ അനക്ക് കൊടുക്കാം എന്ന് പറഞ്ഞതാണ്. അതുപോലെ വേണ്ട എന്ന് പറഞ്ഞതാ ഈ ജീവൻ. പിന്നെ അവന് ഇത് എന്തു പറ്റിയാളാ കല്യാണം നടക്കാൻ ഇങ്ങനെ പല ഉടായിപ്പും പറയും. ഇപ്പോഴത്തെ കാലത്ത് നിനക്കറിയില്ലേടാ, സ്ത്രീധനത്തിന് എത്ര കിട്ടിയാലും താ 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 എന്ന് പറഞ്ഞ് കുറേ എണ്ണം ഉണ്ടല്ലോ. എന്നിട്ട് അവർക്ക് 1 വർഷം കൊണ്ട് ആ പെണ്ണിനെ മതിയാവും. എന്നിട്ട് അവരുടെ പണവും എടുത്ത് സ്ത്രീധനവും എടുത്ത് സ്വർണവും എടുത്ത് കഴിഞ്ഞിട്ട് അവൻ വലിച്ചെറിയാണ്. പാവം പിള്ളേർ. ചിലപ്പോൾ അവർ ജീവിതം അവരെ അവസാനിക്കും അവസ്ഥ. ഇപ്പം നീ കാണുന്നില്ലേ, ആ സെയിം ആളാണ് ഈ ജീവൻ. ജീവനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ നല്ലവനാണല്ലോ അച്ഛാ. പിന്നെ അല്ലാതെ അവൻ അന്ന് പറഞ്ഞ വാക്ക് വേറെ എന്ന് പറഞ്ഞ വാക്ക് വേറെ. എന്നാലും എനിക്ക് ആ ജീവൻ ഒന്ന് പോയി കാണണം അച്ഛാ. അവൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവരെ ഒന്ന് പോയി കണ്ടാൽ പിന്നെ എന്തിക്കണമല്ലോ. എന്തായാലും 1 കോടി രൂപ ഇത്രയും പെട്ടെന്ന് ബാലൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് ഞാൻ കൂടെ പോയി പറഞ്ഞ് അവനെ വേണമെങ്കിൽ ഉപദേശിക്കാം എന്ന് പറയാട്ടോ നമ്മുടെ ആലുവയുടെ. നീ പോകുമ്പോൾ ഞാൻ കൂടി വരാം. നമുക്ക് 2 പേർക്കും കൂടി ആ ജീവൻ്റെ വീട്ടിൽ പോയിട്ട് ജീവൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് പിരിമുറുക്കി വിടാം. അങ്ങനെയാണെങ്കിൽ അവർ കുറച്ചുകൂടി രീതിയിൽ പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയും. ഗോമതി സ്റ്റോഴ്സ് ബാലൻ ആ വീട് വിൽക്കും. കുറേ നാൾ അവരാ വീട് വിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവല്ലോ. അവരാ വീട് വിറ്റ് പോകും. അങ്ങനെ അവർ വീട് വിൽക്കാൻ വെക്കുകയാണെങ്കിലേ നമുക്ക് തന്നെ ആ വീട് എടുക്കാടാ. കൊള്ളാം അച്ഛാ, അടിപൊളി ഐഡിയ ആണ് എന്നിങ്ങനെ പറയുക കേട്ടോ നമ്മുടെ ആലോകം. ഇങ്ങനെ അവർ ജീവൻ്റെ വീട്ടുകാരെ കാണാൻ വേണ്ടി പോവുകയാണ്. വേറൊന്നുമല്ല, ബാലൻ്റെ കയ്യിൽ 1 കോടിയല്ല കോടിക്കണക്കിന് രൂപയുണ്ട്. 1 മാസത്തെ സാവധാനമൊക്കെ നിങ്ങൾക്ക് എന്തിനാണ് ചോദിച്ചത്? അവർ കേസൊക്കെ ആയി പോയാലുണ്ടല്ലോ നിങ്ങൾക്ക് വല്ല 10 ലക്ഷം രൂപയൊക്കെ കിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ജീവൻ്റെ വീട്ടിൽ പോയി അലോകിൻ്റെ അച്ഛനും കൂടെ പറയാം. എത്രയും പെട്ടെന്ന് തരാൻ പറ, 2-3 ദിവസത്തിന് തരാൻ പറ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ജീവൻ്റെ അച്ഛനും അമ്മയും പണക്കൊതിയന്മാരാട്ടോ. അവർ പെണ്ണ് കാണാൻ വന്നപ്പോൾ അവർ നല്ല രീതിയിലൊക്കെ സംസാരിച്ചല്ലോ. അയ്യോ മോളെ പൊന്നു പോലെ നോക്കിക്കോളാം, മോളെ അങ്ങനെ നോക്കിക്കോളാം, മോളെ ഇങ്ങനെ നോക്കിക്കോളാം, എൻ്റെ സ്വന്തം മോളാണ് എന്നൊക്കെ പറഞ്ഞു. അവർ കടക്കിണിയിലാണ് സത്യം പറഞ്ഞാൽ. കഴിഞ്ഞാൽ മോനെ ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്നും ഉണ്ടല്ലോ, അയാൾ ഭയങ്കരമായിട്ട് ദൂർത്തടിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും ബാലൻ്റെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട്, എനിക്ക് നാളെ തന്നെ പൈസ വേണമെന്ന് പറയുക. ആ സമയത്ത് ബാലന് ആകെ പെട്ടുപോകും. 1 മാസം സമയം തന്നതല്ലേ, പിന്നെ നിങ്ങളിപ്പോൾ ഇത് വാക്ക് മാറ്റണത് 1 മാസത്തിന് ഞാൻ പൈസ തരാം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ബാല. നിങ്ങളുടെ നല്ല പൈസ ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് 70 പവനും 1 കാറും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ബാങ്കിൽ ഇടാൻ പോയ ആളില്ലേ നിങ്ങൾ. പിന്നെ 70 പവൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ ആസ്തി അനുസരിച്ച് 1 കോടി രൂപ ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പൈസ തരാം. നിങ്ങൾ വെറുതെ ഞങ്ങളെ വലിപ്പിക്കല്ലേ, ഒഴിവാപ്പിക്കല്ലേ, നാളെ തന്നെ പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. ബാലനാകെ പെട്ടു പോവാട്ടോ. മീനാക്ഷി ഇങ്ങനെ കമ്പനിയിൽ ജോലി സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് മീനാക്ഷിക്ക് ലോൺ എടുക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത്രയും 6-7 ലക്ഷം രൂപ മീനാക്ഷിക്ക് ലോൺ കിട്ടുന്നുള്ളൂ. മീനാക്ഷി ബാലനോട് പറയുന്നുണ്ട്, അച്ഛാ 6-7 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്ത് തരാം എന്ന് പറയുകയാണ്. അതേസമയം മിത്രയാണെങ്കിൽ മിത്രയുടെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. രഹസ്യമായിട്ട് അമ്മേനെ അമ്പലത്തിൽ വഴി വെച്ചിട്ടാണ് കാണുന്നത്. അമ്മേ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ മീനാക്ഷി മിത്രയും അമ്മ പറയുന്നത്, മോളെ എനിക്ക് സഹായിക്കാൻ പറ്റും, ഞാൻ സഹായിക്കുകയും ചെയ്യാം. പക്ഷേ നിനക്കറിയാലോ എൻ്റെ അക്കൗണ്ട് മാക്സിമം ഒരു 5 ലക്ഷം രൂപ, അത് കൂടുതൽ ഇല്ല. കുഴപ്പമില്ല അമ്മ, 5 ലക്ഷം എങ്കിൽ 5 ലക്ഷം എനിക്ക് തരാമോ എന്ന് ചോദിക്കണം. അങ്ങനെ ആ 5 ലക്ഷം രൂപ മിത്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. മീനാക്ഷി ആണെങ്കിൽ 5-6 ലക്ഷം രൂപ ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഒപ്പിച്ച് വന്നപ്പോഴും ഇവർക്ക് പൈസ അങ്ങോട്ട് തികയണില്ല കേട്ടോ. ഈ 1 കോടി രൂപ ഉണ്ടാക്കാൻ ബാലൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല.
തമിഴിൽ വെറും 10 ലക്ഷം രൂപയായിരുന്നു നമ്മുടെ മീനാക്ഷി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, അത് പക്ഷെ കഥ ചെറിയൊരു വ്യത്യാസമൊക്കെ ആയിട്ടാണ് നമ്മുടെ സ്വാന്തനത്തിൽ മലയാളത്തിലും വന്നത്. ഇവൻ ഉണ്ടല്ലോ ആകാശ് 10 ലക്ഷം മുടിപ്പിക്കും. ആ ഒരു ഭാഗമായിട്ട് മീനാക്ഷി 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഇതിന് 1 കോടി ആയത് കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ബാലൻ ഇതിൻ്റെ കോടതിയിൽ പോകണം നല്ലത്. കാരണം നഷ്ടപരിഹാരം കൊടുക്കണം. അതങ്ങനെയാണ്. ഇത് സംഭവം ഉണ്ട്. ഇങ്ങനെ അവരെ നാണം കെടുത്തിയാലെ പോലെ ആയല്ലോ. പിന്നെ അവർക്ക് ചിലവും കാര്യങ്ങളും വന്നല്ലോ. ആ ചിലവും കാര്യങ്ങളും കൊടുക്കുകയും വേണം. പിന്നെ 1-2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ബാലന് കേസായിട്ട് പോകാനാണ് ശരിക്കും നല്ലത്. പക്ഷെ ബാലന് 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ വേണ്ടി പോണത്. എന്തായാലും ജീവനും വീട്ടും വളരെ മോശപ്പെട്ട ആൾക്കാരാണ്. ഒരു കണക്കിന് അനു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. കാരണം ജീവനെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല മനുഷ്യനാണെന്നൊക്കെയല്ലേ വിചാരിച്ചത്. പക്ഷെ ജീവൻ ബോറാണ് കേട്ടോ. ഭയങ്കര മോശപ്പെട്ട സ്വഭാവമാണ്. 1 കോടി രൂപ തൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചതാണ്. അയ്യോ, എന്നാൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, അവർ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞൊന്നുമില്ല. അപ്പോൾ അയാൾ 1 കോടി രൂപ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ ഇനിയിപ്പോൾ അലോകമായിട്ട് കുടുംബങ്ങൾക്കും അതിൻ്റെ അപ്പുറം ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം നമുക്ക് ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.